ഷിരൂരിൽ മണ്ണിടിഞ്ഞ് അപകടമുണ്ടായ സ്ഥലത്ത് വീണ്ടും ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ട്രക്ക് കണ്ടെത്തണം, അർജുനെ കണ്ടെത്തണം. അവിടെ കാണാതായ വീണ്ടും ഒരുപാട് വണ്ടികളും 1-2 പേര് വേറെ മിസ്സിംഗ് ആണ്. സോ അവരൊക്കെ കണ്ടെത്താനുള്ള ദൗത്യമാണ് ഇപ്പോൾ രണ്ടാമത് തുടങ്ങിയിട്ടുള്ളത്. ഡ്രഡ്ജറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വേലിയിറക്കത്തിൻ്റെ ടൈം ആയതുകൊണ്ട് തിരച്ചിലും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാമെന്നാണ് ഈശ്വർ മാൽപ്പെ അടക്കമുള്ളവർ പറയുന്നത്. ഓക്കെ, ഷിരൂർ ദൗത്യം കരയോട് ചേർന്ന ഭാഗത്ത് 15 അടി താഴ്ചയിൽ ലോറിയുടെ ഭാഗങ്ങൾ ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ ടയർ കണ്ടെന്ന് ഈശ്വർ മാൽപ്പേൻ്റെ യൂട്യൂബ് ചാനലിൽ ഈശ്വർ മാൽപ്പെ ഇട്ട ഒരു വീഡിയോ ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. സോ ഇത് വെള്ളത്തിനടിയിൽ പോയിട്ട് ടയറും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ കൃത്യമായിട്ട് നമുക്ക് ഈശ്വർ മാൽപ്പെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇതിനിടയിൽ ന്യൂസ് 18 അവരുടെ ആ പരിപാടി തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അർജുൻ്റെ ലോറിയുടെ ഭാഗം കണ്ടെത്തി, ലോറി ഉടൻ പുറത്തെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അർജുൻ്റെ ഫോട്ടോയും സൈഡിൽ വെച്ചിട്ട് അവരവരുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരധികം മൈൻഡ് ചെയ്യാതിരിക്കുകയും നല്ലത്. അപ്പോൾ ഇതിലൊരു വൈറ്റലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കരയോട് ചേർന്ന ഭാഗത്ത് 15 അടി മുതൽ അങ്ങോട്ട് താഴ്ചയിലേക്ക് 15 അടി താഴ്ചയിലേക്ക് വണ്ടിയുടെ ഭാഗങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാനിവിടെ സൈഡിലൊരു പിക്ക് വയ്ക്കാം. ഈ പിക്ചർ നിങ്ങളൊന്ന് നോക്ക്. അതായത് ഓൾറെഡി മണ്ണിടിഞ്ഞ് വന്ന് ആദ്യം മറ്റേ രഞ്ജിത്ത് ഇസ്രായേലൊക്കെ വന്ന സമയത്ത് ഒരുപാട് പ്രശ്നം. ഇപ്പോൾ ഈ വണ്ടിയുടെ മുതലാളി മനാഫ് അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മണ്ണ് അവിടുന്ന് മാന്തിയിട്ട് ഇവർ പുഴയുടെ സൈഡിലിടാണ് റോഡ് ക്ലിയറാക്കി എത്രയും പെട്ടെന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവർ റോഡ് ക്ലിയറാക്കാൻ മണ്ണ് വാരിയിട്ടു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചായക്കട ഇരുന്ന സ്ഥലത്ത് ഇത് തട്ടായിട്ടാണ്. അവിടെ പോയ ആളുകളാണ് എന്നോട് പറഞ്ഞത് തട്ടായിട്ട് ഇരിക്കുന്ന സ്ഥലമാണ്. അടിയിലേക്കൊക്കെ വീടുകളും ആളുകൾ താമസവും ഉണ്ട്. ഇത് ഇവർ ഈ മണ്ണിടിഞ്ഞ് വന്ന ആ മണ്ണ് റോഡ് ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് ആ മണ്ണിടിഞ്ഞ സ്ഥലത്തും ഓപ്പോസിറ്റ് സ്ഥലത്തു നിന്നും എല്ലാം കൂടി എടുത്തിട്ട് അവിടെ അങ്ങനെ ഇട്ടിട്ട് ഇപ്പം ആ റോഡിൽ നിന്ന് ഒരുപാട് പുഴയിലേക്ക് ഒരുപാട് ഒരു മൺകൂന പോലെ ഇതിനടിയിൽ വീടും ഈ പറഞ്ഞ വണ്ടികളും ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് അന്ന് മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പം കാര്യങ്ങൾ ഇങ്ങനെ ഇന്നത്തെ തെരച്ചിലും കാര്യങ്ങളും ഈശ്വർ മാൽപ്പെ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ അർജുൻ്റെ ലോറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ സാധ്യതയുള്ള സ്ഥലം എന്ന് പറയുന്നത് കരയോട് ചേർന്ന് ഈ ചായക്കട നിന്നിരുന്ന ഏകദേശം ആ സ്ഥലത്ത് ഈ മണ്ണ് കൂടി കിടക്കുന്നതിൻ്റെ 15 അടി താഴ്ചയിലോട്ടാണ് ഈ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ആദ്യം കണ്ടെത്തിയത് അർജുൻ്റെ വണ്ടിയുടെ അതിൽ നിന്ന് മരത്തിൻ്റെ പീസുകളാണ്. അത് മനാഫ് ഇന്ന് അർജുൻ്റെ വണ്ടിയുടേത് എന്ന് പറഞ്ഞ് ആകെ കൺഫർമേഷൻ മനാഫ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു തടി കഷ്ണത്തിൻ്റെയാണ്. ലോറിയുടെ ഒരു തടിയുടെ കഷ്ണം ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇത് മനാഫ് ഇപ്പോൾ ലോറിയുടെ ഉടമ മനാഫ് നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് നിങ്ങളുടെ ലോറിയിൽ നിന്ന് വീണതാണെന്നാണ് ഉറപ്പിച്ചത്? ഉറപ്പ്. എന്ത് മരത്തിൻ്റെ തടിയാണ്? അക്കേഷ്യ. ഇതിൻ്റെ വെയിറ്റ് ഏകദേശം ഈ ഒറ്റ പീസിന് 50 കിലോ വെയിറ്റെങ്കിലും ഉണ്ടാവും ചുരുങ്ങിയത്. ഇപ്പം 2 ആൾ ഈ ചെറിയൊരു കഷ്ണം തന്നെ 2 ആൾ തോളിൽ കൊണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇന്ന് അർജുൻ്റെ വണ്ടിയുടേത് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒറ്റ കാര്യം ഇവിടെ കൺഫേം ആയത് ഈ ഒരു മരത്തിൻ്റെ പീസ്. അല്ലാതെ ഇതിന്ന് കിട്ടിയ കണ്ട ടയറോ അല്ലെങ്കിൽ കിട്ടിയ ഒരു പീസോ അല്ലെങ്കിൽ അതൊന്നും കൺഫേം ആക്കിയിട്ടില്ല. അതൊക്കെ വേറെ വണ്ടിയുടെ ഭാഗങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് വരെ മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. നമ്മളെ ലോറിയല്ല, അറിയില്ല. ഏതോ ഒരു ലോറിൻ്റെതാ. നമ്മളെ ട്രക്കല്ല, വേറെ ഏതോ ട്രക്കാ. അതറിയില്ല. അതറിയില്ല. ഇത് നമ്മളതല്ല. അറിയില്ല. നമ്മളതല്ല. ഇല്ല, ഒരാവശ്യമില്ല. ഇത് നമ്മളതല്ല. ഇത് പഴയ വണ്ടിയാ. ബ്ലാക്ക് കളറാ ഞങ്ങളത്. ബ്ലാക്കാ. ആ, ഫ്രണ്ട് വീൽ. അത് ബ്ലാക്ക് കളറാ. റെഡാണ്. ഇത് പഴയ വണ്ടിയാ. ഓക്കെ, അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ തടിക്കഷ്ണമല്ലാതെ അർജുൻ്റെ വണ്ടിയുടേത് എന്ന് പറഞ്ഞൊരു കാര്യവും മനാഫും കൺഫേം ആക്കിയിട്ടില്ല. ഈശ്വർ മാൽപ്പെ ആണെന്നുണ്ടെങ്കിൽ 2 ട്രക്കിൻ്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ 2 ട്രക്കിൻ്റെ പാർട്സോ കണ്ടെത്തിയിട്ടുണ്ട്. അതവിടെ നോട്ട് ചെയ്ത് വെച്ച് പോന്നിട്ടുണ്ട് കയറിട്ടിട്ട്. ഓക്കെ, പക്ഷെ ഇതിനൊരു കൺഫർമേഷൻ ഇതുവരെയായിട്ട് എന്തില്ല, അർജുൻ്റെ വണ്ടിയുടേത് എന്ന് പറഞ്ഞ് എവിടെയും കൊടുത്തിട്ടും കണ്ടിട്ടുമില്ല. ഇനി ഞാനിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അർജുൻ്റെ വണ്ടിയോ ബാക്കി വണ്ടികളോ ഉണ്ടെങ്കിൽ
അതുണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ചായക്കടയുടെ ബാക്കിലാണ്. അത് ഈശ്വർ മാൾപ്പ പറയുമ്പോഴും നമുക്ക് ഉറപ്പാണ്, ആൻഡ് മനാഫ് പറയുമ്പോഴും നമുക്കത് കൺഫേം ആവുന്നുണ്ട് ഏകദേശം. ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്ന പ്രദേശമാണ്. അതിന്റെ സമീപത്താണ് ഈശ്വർ മാൽപ്പെ അടിത്തട്ടിലേക്ക് എത്തി മുങ്ങി ഉള്ള പരിശോധന നടത്തിയത്. ആദ്യ പരിശോധനയിലാണ് അദ്ദേഹം മുങ്ങിയതിനു ശേഷം ട്രക്കിന്റെ ടയർ പോലത്തെ ഒരു വസ്തു കണ്ടു എന്ന് പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം വീണ്ടും ഒന്നുകൂടെ ഒരു പരിശോധന നടത്തി എത്തിയിട്ടുണ്ട്. 1-2 ടയർ കണ്ടതായുള്ള സൂചന അദ്ദേഹം പറയുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർജുന്റെ ട്രക്ക് തന്നെയാണോ എന്നുള്ള സംശയമുണ്ട്. കാരണം ആ അപകടം നടക്കുന്ന ദിവസം ഈ പ്രദേശത്ത് ഒരു ട്രക്കും ഒരു ടാങ്കറും ഉണ്ടായിരുന്നു. ടാങ്കറിന്റെ സിലിണ്ടർ ഏറെ ദൂരത്ത് നിന്ന് സിലിണ്ടർ കണ്ടെത്താനായി, പക്ഷേ ആ ക്യാബിനോ ആ വാഹനമോ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ആ ട്രക്കും ഈ പ്രദേശത്താണ് നിർത്തിയിരുന്നത്, അർജുന്റെ ട്രക്കും ഈ പ്രദേശത്താണ് നിർത്തിയിരുന്നത്. അതുകൊണ്ട് ഏത് വാഹനമാണ് അല്ലെങ്കിൽ ഏത് വാഹനത്തിന്റെ ടയറാണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും 2 ടയർ കണ്ടതായി അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹം ഈ വെള്ളത്തിലിറങ്ങി നടത്തിയ പരിശോധനയ്ക്ക് ശേഷവും അത്തരമൊരു വിവരം പറയുന്നുണ്ട്. ഇപ്പോൾ അവരെ ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചിക്കണമെന്ന് കണ്ടെത്താനൊന്നും അവർക്ക് താല്പര്യമില്ല. മുകളിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ഈ അർജുന്റെ വാഹനത്തിൽ നിന്നുണ്ടായ ചില വസ്തുക്കളൊക്കെ കണ്ടെത്തിയിരുന്നു. ആ ഭാഗം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലേക്ക് തന്നെ പോകുമോ? ആക്ച്വലി അതിൻ്റെ നേരെ വിപരീതത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വണ്ടിൻ്റെ മറ്റു ഭാഗങ്ങൾ കണ്ടെത്തിയതൊക്കെ ആ ഭാഗത്താണ്, ലക്ഷ്മൺ നായക്കിൻ്റെ കടൻ്റെ പിന്നിലാണ്. അവിടെ ഇതുവരെ തെരച്ചിൽ തുടർന്നിട്ടില്ല. അവിടേക്ക് തെരച്ചിലുണ്ടാവും. ഇന്ന് ഈ സാധനം എടുക്കും. ഇപ്പം ഇനിയൊന്നും കണ്ടുകിട അറിയില്ല, ഒരു വാഹനത്തിൻ്റെ ഇതും കൂടി കണ്ടുകിട അറിയില്ല, അതേതാ വാഹനത്തിൻ്റെ സാധനം എന്നുള്ളത് അതും കൂടി എടുക്കും. ഓക്കെ, അപ്പോൾ അത് കൺഫേം ആയല്ലോ ഏകദേശം. മനാഫ് പറഞ്ഞതാണെങ്കിലും ഈശ്വർ മാൽപ്പെ പറഞ്ഞതാണെന്നുണ്ടെങ്കിലും തെരച്ചിലിൻ്റെ സമയത്ത് കൃത്യമായിട്ട് ഈ ചായക്കടയുടെ ഏകദേശം താഴെയായിട്ട്, ചായക്കട നിന്ന സ്ഥലത്ത് ഇവർ മണ്ണ് കൂട്ടിയിട്ടതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഈ വണ്ടികളുടെ പാർട്സ് കിടക്കുന്നത്. ഓക്കെ, ഇത്ര കാലം ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും സിസ്റ്റങ്ങളും കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ എല്ലാ രീതിയിലും ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ സാങ്കേതികവിദ്യ ഒക്കെ ട്രൈ ചെയ്തപ്പോഴും ഈ ഒരു ആസ്പെക്റ്റ് മിസ്സിങ് ആയി പോയത് ഭയങ്കര ഒരു ഇതായിപ്പോയി. കാരണം ഇത് അന്നേ ഇപ്പം വെള്ളം കുറഞ്ഞിട്ട് നോക്കാം എന്നുള്ള നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഇവിടെ നേവി മാർക്ക് ചെയ്ത് വെച്ചതാണെന്നുണ്ടെങ്കിലും ബാക്കി ഇനിയിപ്പോൾ ഈശ്വർ മാൽപ്പി സംഘം ഇതിന് മുമ്പ് ഡൈവ് ചെയ്ത സമയത്ത് ഒരു കയറ് കിട്ടി, ആ കയറ് കിട്ടിയ സ്ഥലത്ത് തന്നെ അവർ സ്പോട്ട് ചെയ്ത് അവിടെ തന്നെ കാണും എന്ന് പറഞ്ഞ സമയത്താണെങ്കിലും ഒക്കെ ഇപ്പുറത്തെ ഈ ഏരിയയിലേക്ക് കരയോട് ചേർന്ന് നിൽക്കുന്ന ഏരിയയിലേക്ക് ഇറങ്ങി തപ്പേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്താണെങ്കിലും വാട്ട് എവർ. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആ ലോറി ആരതാന്നുള്ളത് കൺഫേം ആവട്ടെ. എന്തെങ്കിലും ഒരു ലീഡ് കിട്ടിയാൽ അത് എത്രയും പെട്ടെന്ന് നമ്മളേക്ക് എത്തിക്കാൻ ന്യൂസ് ചാനൽസിനും കൂടി പറ്റട്ടെ. ഈ ന്യൂസ് ചാനൽസ് മറ്റേ അർജുൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇതാ കിട്ടി എന്നുള്ള വർത്താനം അത് ദയവ് ചെയ്തിട്ടൊന്ന് നിർത്തണം. കാരണം ഒരു കൺഫർമേഷൻ വരാതെ ചുമ്മാ ഇതാ കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടുകാരിലേക്ക് എത്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ ഇന്നും കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഈശ്വർ മാൽപ്പെ അവിടെ വന്ന് നിൽക്കുന്നു, ഒരു വിധത്തിലും അവിടെയുള്ള അധികാരികൾ സഹകരിക്കുന്നില്ല അതിനോട്. ഇത് തന്നെയാണ് കർണാടകയിലെ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ പറയുന്നുണ്ടായിരുന്നത്, അട്ടർ ഫെയിലറായി എന്ന് പറഞ്ഞിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഇപ്പോഴാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഈഗോ ആണ് അവിടെ വർക്കൗട്ട് ആകുന്നത്. ഓക്കെ, മലയാളികളാണോ അടുപ്പിക്കില്ല, മലയാളി ചാനലുകളാണോ അടുപ്പിക്കില്ല, ഈശ്വർ മാൽപ്പെ അടുപ്പിക്കില്ല. അവർ ചെയ്ത് അവർക്ക് ആ ക്രെഡിറ്റ് കിട്ടുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, ആ സ്കീമിലേക്കാണ് ഇവരുടെ മെയിൻ കളികൾ. ഈശ്വർ മാൽപ്പെ രാവിലെ വന്നത് മുതൽ അവിടെ നിന്നിട്ട് ഒരുപാട് നേരം 6 മണിക്ക് വന്ന ഈശ്വർ മാൽപ്പെ ഇറങ്ങുന്നത് ഉച്ചയോട് കൂടിയിട്ടാണ്. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ലീഡോ തുമ്പോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ നാടകം പരിപാടി കഴിയണമെന്നുമാണ് മനാഫ് പറയുന്നത്. 6 മണിക്ക് രാവിലെ വന്ന് ഈ സൂട്ടിൽ നിൽക്കുകയാണ്, പോലീസ് എന്താ പറയുന്നത്? ഇവിടെ വന്ന് നേരത്തെ നമുക്ക് പെർമിഷൻ, പിന്നെ പോലീസുകാർ ഇവിടെ എല്ലാവരും അറിയത്തില്ല, പിന്നെ പെർമിഷനില്ല നിർത്തുമെന്ന് ചൊല്ലി പിന്നെ ഞാൻ 2 മണി വരെ വെയിറ്റ് പണി ഡിസ്കാർക്ക് ഫോണാക്കി, പിന്നെ അസ്പുകാർ ഇപ്പോൾ പെർമിഷനായി പിന്നെ പോയിക്കാന്ന് ചൊല്ലി ഇപ്പം ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോയി എന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ 200-300 കിലോമീറ്റർ ഇവിടെ വന്ന് നമ്മൾ ചായ സഭ കുടിച്ചില്ലേ. 6 മണിക്ക് വന്ന് ഇവിടെ വേലയാക്കാൻ വന്നു. എന്ന് പറഞ്ഞാൽ കീഴെ ഒരു 3 ആളുണ്ട്, അർജുനുണ്ട്, ലോകേഷ്, ജഗന്നാഥ്. അവരുടെ ഒരു ദേഹ ഒരു ഭാഗം ഒരു സിലിട്ടൻ എടുക്കണം, அதுக்கு ஒரு சத்கத்தியாக അതിനായിട്ട് ഞങ്ങൾ വന്ന് ഇപ്പോൾ നമുക്ക് സപ്പോർട്ട് பண்ணணும். ആരാണ്ട് സപ്പോർട്ട് பண்ணെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാവും. സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. പോലീസ് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ പോലീസുകാർ ഇപ്പോൾ എസ് പിക്കാർ നമുക്ക് ഫോണാക്കി കീഴെ പോകാൻ ചൊല്ലി ഇപ്പോൾ അതിന് ഇപ്പോൾ ഞങ്ങൾ അനുമതിയിലെ കീഴെ ഇറങ്ങാൻ നോക്കും. ഈ 2 മണിക്കൂർ ഷൂട്ടിനകത്തൊക്കെ നിൽക്കുക ബുദ്ധിമുട്ടല്ലേ? കണ്ടിപ്പാ ഇതുണ്ടല്ലേ, വെള്ളത്തിലുണ്ട് ഒന്നും ആവത്തില്ലേ, വെള്ളത്തിലെ മേലെ ഇരുന്ന് ഒരുപാട് ബുദ്ധിമുട്ട്, ഭയങ്കര ചൂടാവും, വെയിലില് ബുദ്ധിമുട്ട് ഒരുപാട്.
ഇപ്പോൾ എസ് പിയോട് സംസാരിച്ചു, എസ് പിയോട് മറ്റുള്ള എസ് പി കാരോട് സംസാരിച്ച് അവർ വെള്ളത്തിൽ പോകാൻ சொல்லி പറഞ്ഞു. മനാഫ്, എന്താണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞിരിക്കുന്നത്? ഈശ്വർ മാൽപ്പ ഒന്ന് കൂടുതൽ കാര്യങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം MLA അങ്ങോട്ട് വരും. MLA വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒരു ലോറി അതിൻ്റെ അടിയിലുണ്ട്, അതിൽ മാറ്റമൊന്നുമില്ല. അതായത് MLA വന്നതിന് ശേഷം മാത്രമേ ട്രക്ക് ഉയർത്താൻ കഴിയൂ എന്നുള്ളതാണോ? അതെ, അങ്ങനെ തന്നെ ആയിരിക്കും. അതാണല്ലോ ഇവിടുത്തെ നാടകം. ഇനിയിപ്പോൾ അവരൊക്കെ വരുന്ന വരെ ഇപ്പോൾ ഡെർജർ അവിടെ നിന്ന് കിടക്കുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ ദിവസങ്ങൾ അങ്ങോട്ട് പോയി കിട്ടും. അവസാനം ഡെർജറിന് പോകേണ്ട സമയമാവും. നമ്മൾ ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് തന്നെന്നുള്ളതും ആവും. പക്ഷേ പണികളൊന്നും നടക്കില്ല. മുകളിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ഈ അർജുന്റെ വാഹനത്തിൽ നിന്നുണ്ടായ ചില വസ്തുക്കളൊക്കെ കണ്ടെത്തിയിരുന്നു. ആ ഭാഗം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലേക്ക് തന്നെ പോകുമോ? ആക്ച്വലി അതിൻ്റെ നേരെ വിപരീതത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വണ്ടിൻ്റെ മറ്റ് ഭാഗങ്ങൾ കണ്ടെത്തിയതൊക്കെ ആ ഭാഗത്താണ്. ലക്ഷ്മൺ നായക്കിൻ്റെ കടൻ്റെ പിന്നിലാണ്. അവിടെ ഇതുവരെ തെരച്ചിൽ തുടർന്നിട്ടില്ല. അവിടേക്ക് തെരച്ചിലുണ്ടാവും. ഇന്ന് ഈ സാധനം എടുക്കും. ഇപ്പം ഇനിയൊന്നും കണ്ടുകിടാറില്ല. ഒരു വാഹനത്തിൻ്റെ ഇതും കൂടി കണ്ടുകിടാറില്ല. അതേതാ വാഹനത്തിൻ്റെ സാധനം എന്നുള്ളത് അതും കൂടി എടുക്കും. ഒരു ചെറിയ വാഹനമാണ്. ചെറിയ വാഹനമാണെന്ന് ഈശ്വർ മാൽപ്പ പറയുന്നത്. അതെന്താന്നുള്ളത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലോറിൻ്റെ ഭാഗമാണോ എന്നുള്ളത്. ഓക്കെ, അപ്പം എന്താണെങ്കിലും പ്രതീക്ഷയിലാണ് എല്ലാവരും. ഇപ്പം രണ്ടാമത് ദൗത്യമൊക്കെ തുടങ്ങി. ഡ്രഡ്ജർ ഇനി അവിടെ കുറച്ച് ദിവസം ഉണ്ട്. ഈശ്വർ മാൽപ്പയുടെ കൂടെ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഞാൻ അത് കുറച്ച് കഴിഞ്ഞ് പറയാമെന്ന് വിചാരിച്ചാണ്. ഈശ്വർ മാൽപ്പയുടെ കൂടെ വെള്ളത്തിനടിയിൽ ഇറങ്ങി തപ്പിയ ആളുകളെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട്. പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അവരും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അടുത്തൊരു ദൗത്യം തുടങ്ങട്ടെ, എന്തെങ്കിലും ഒരു കാര്യം അർജുൻ്റെ വണ്ടിയിൽ ലീഡ് കിട്ടട്ടെ, അതിനുശേഷം ഇവർക്ക് കുറേ കാര്യങ്ങൾ ഇവർക്ക് പറയാണ്ടെന്ന് പറഞ്ഞു. സോ ലെറ്റ് മീ സീ, ലൈക്ക് ഇത് എങ്ങനെ പോകുന്നു നോക്കാം. ഈ ദൗത്യം സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അവരെ ഞാൻ ഈ ചാനലിൽ, എൻ്റെ ചാനലിൽ ഞാൻ കൊണ്ടുവരും. ഞാൻ എൻ്റെ ഒപ്പം ഇരുത്തിയിട്ട് അവിടെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ മറ്റേ സിലിണ്ടർ ബ്ലാസ്റ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞ സമയത്ത് ഒരുപാട് കളിയാക്കലുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ അവിടെ തുറന്നു പറയാൻ പറ്റാത്ത രീതിയിലാണ് മനാഫ് ഉള്ളത്. അവിടെ പോയ ഓരോ വ്യക്തികളും, രഞ്ജിത്ത് ഇസ്രായേൽ ഒരു ബ്ലാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷമാണ് ആ സീനെന്നേ മാറ്റി കളഞ്ഞത് അവർ. ഓക്കെ, എന്നെ വന്ന് കണ്ടവരാണെങ്കിലും അവർക്കും ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ട്. കാരണം ഈ രണ്ട് സൈഡിലേക്ക് ഇത്രത്തോളം മണ്ണ് എവിടുന്ന് വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒന്ന്, അവിടെ ആ പുഴയിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് മാത്രമല്ല, അപ്പുറത്തെ സൈഡിൽ നിന്നും പുഴയുടെ നടുവിൽ നിന്നുള്ള മണ്ണടക്കം ഇപ്പുറത്തെ സൈഡിലേക്ക് അടിച്ചു കയറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് ഇറങ്ങിയവരാണ് ഈ പറയുന്നത്. സോ എന്താണെങ്കിലും ഈ ദൗത്യം സക്സസ്ഫുൾ ആയതിനു ശേഷം ഞാൻ ഡെഫിനറ്റ്ലി അവരെ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരും. ഓക്കെ, അവർക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെങ്കിലും പ്രതീക്ഷയിലാണ്. അർജുൻ്റെ വണ്ടീനെ കുറിച്ചും അർജുനെ കുറിച്ചും എന്തെങ്കിലും ഒരു ലീഡ് കിട്ടട്ടെ.